തീർച്ചയായിട്ടും അല്പസമയത്തിനകം തന്നെ നിള ആരതി ആരംഭിക്കും. നേരത്തെ നമ്മൾ ഓരോ ആളുകളുടെയും ഇപ്പോൾ അമൃത ആശ്രമത്തിലെ അമൃതാനന്ദമയി ദേവിയുടെ ആദ്യ ശിഷ്യൻ അദ്ദേഹം ഇപ്പോൾ ഇവിടേക്ക് ഈ ഒരു നിള ആരതി കാണുന്നതിന് വേണ്ടി അദ്ദേഹം കൂടിയെത്തുന്ന കാഴ്ച നമുക്ക് ദൃശ്യങ്ങളിൽ കാണാൻ സാധിക്കും. നേരത്തെ കെ സുരേന്ദ്രൻ ഉൾപ്പെടെ സംസാരിച്ചിരുന്നു. അത്തരത്തിൽ വിവിധ മേഖലകളിൽ നിന്നുള്ള പ്രമുഖർ ഇവിടേക്ക് ഓരോ ദിവസവും എത്തുന്നു എന്നുള്ളതാണ്. ഏതായാലും ഇന്ന് രാവിലെ ഉച്ചയോടുകൂടെയാണ് സ്വാമി അമൃത സ്വരൂപാനന്ദ ഈ ഒരു മഹാമാഘ മഹോത്സവം നടക്കുന്ന പുണ്യഭൂമിയിലേക്ക് എത്തിയത്. അമ്മയുടെ പ്രഥമ സന്യാസി ശിഷ്യനും മാതാ അമൃതാനന്ദമയി മഠം വൈസ് ചെയർമാനുമായ സംപൂജ്യ സ്വാമി ആദ്യം നിള നദിക്കരയിലേക്ക് തിരുനാവായിലേക്ക് എത്തുകയുണ്ടായി. തിരുനാവായിൽ നിന്നും അദ്ദേഹത്തിന് വലിയ രീതിയിലുള്ള സ്വീകരണമാണ് നൽകിയിരുന്നത്. ആ സ്വീകരണങ്ങൾക്ക് ശേഷം പൂർണ്ണകുംഭം നൽകി ഉൾപ്പെടെ സ്വീകരണം അദ്ദേഹത്തിന് ഏർപ്പെടുത്തുകയുണ്ടായി. ആ സ്വീകരണങ്ങൾക്ക് ശേഷം അദ്ദേഹം തവനൂർ കരയിൽ അദ്ദേഹത്തിന്റെ നേതൃത്വത്തിൽ ഭക്തി ഗാനസുധ നടന്നിരുന്നു. ആ ഭക്തി ഗാനസുധയിലും അതിനുശേഷം അദ്ദേഹം ഒരു സത്സംഗത്തിലും പങ്കെടുത്തു. അതിനുശേഷമാണ് ഇപ്പോൾ ഈ ഒരു നിള നദിക്കരയിലെ ആരതി കൂടെ കാണുന്നതിന് വേണ്ടി അദ്ദേഹം ഇവിടേക്ക് എത്തിയിരിക്കുന്നു എന്നുള്ളതാണ്. നേരത്തെ ഞാൻ പറഞ്ഞ പോലെ രാഷ്ട്രീയ രംഗത്തെ ആണെങ്കിലും സാംസ്കാരിക രംഗത്തെ ആണെങ്കിലും ഒക്കെ പ്രമുഖർ ഓരോ ദിവസവും ഇങ്ങനെ ഒഴുകി എത്തുന്നു. ഒപ്പം മാഘമഹോത്സവ ഭൂമിയിൽ കുംഭമേള ഭൂമിയിൽ പ്രധാനം എന്നുള്ളത് അത് സന്യാസി വര്യന്മാർക്കാണ്, സന്യാസി ശ്രേഷ്ഠന്മാർക്കാണ്. അത്തരത്തിൽ പ്രധാനപ്പെട്ട സന്യാസി വര്യന്മാരും സന്യാസി ശ്രേഷ്ഠന്മാരും ഒക്കെ ഇവിടേക്ക് എത്തുന്നു എന്നുള്ളത് തന്നെയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. അവരൊക്കെ വലിയ ആവേശത്തോടു കൂടി ഈ ഒരു സനാതന ധർമ്മത്തിന്റെ ഉയർത്തെഴുന്നേൽപ്പ് അത് കാണുന്നതിന് വേണ്ടി അതിൻ്റെ ആ ഒരു ചടങ്ങുകളുടെ ഭാഗവാക്കാവുന്നതിന് വേണ്ടി ഇവിടേക്ക് എത്തുന്നു എന്നുള്ളതാണ്. ഏതായാലും വിവിധ മേഖലകളിൽ നിന്നുള്ള ആളുകൾ ഇങ്ങനെ എത്തിക്കൊണ്ടേയിരിക്കുന്നു. ഇന്നേതായാലും തിരക്ക് കുറച്ച് അധികമുണ്ട് എന്നുള്ളതാണ്. കാരണം കഴിഞ്ഞ ദിവസം 3.5 ലക്ഷത്തോളം ആളുകൾ എത്തിയിരുന്നു. ഇന്നും സമാനമായ രീതിയിൽ ലക്ഷക്കണക്കിന് ആളുകളാണ് ഈ ഒരു പരിപാടിയിലേക്ക് ഈ ഒരു ആരതി കാണുന്നതിന് വേണ്ടി എത്തിയിരിക്കുന്നത് എന്നുള്ളതാണ്. ഏതായാലും അല്പസമയത്തിനകം തന്നെ നിള ആരതിക്ക് തുടക്കമാവും. പണ്ഡിറ്റുകൾ ഉൾപ്പെടെ ഇപ്പോൾ അവർ നവാമുകുന്ദന്റെ ക്ഷേത്രസന്നിധി ഭാഗത്ത് നിന്നും തോണിയിൽ അവർ മറുകരയിലേക്ക് എത്തിയിട്ടുണ്ട്. ഏതാനും നിമിഷങ്ങൾക്കകം തന്നെ ഈ പുണ്യഭൂമിയിൽ നിള ആരതി ആരംഭിക്കാൻ പോവുകയാണ്. ഏതായാലും ആ നിള ആരതി 270 വർഷങ്ങൾക്ക് മുൻപ് ഇതേ മണ്ണിൽ വളരെ വിപുലമായി ആഘോഷിക്കപ്പെട്ട് പിന്നീട് ബ്രിട്ടീഷുകാരുടെയും മറ്റും ഇടപെടൽ മൂലം നിന്നുപോയ ആ ചടങ്ങ് 2016 മുതൽ മാഘമഹോത്സവം എന്ന പേരിൽ ഈ ഭൂമിയിൽ നടന്നിരുന്നുവെങ്കിലും പിന്നീട് ആ മാഘമഹോത്സവത്തിനെ കേരളത്തിൻ്റെ കുംഭമേള എന്ന തരത്തിൽ പഴയ പ്രൗഢിയിൽ തന്നെ അവതരിപ്പിക്കുന്നതിന് ആഘോഷിക്കുന്നതിന് എല്ലാ ജനങ്ങൾക്കും ലോകത്തിനൊമ്പാടും നന്മയുണ്ടാവട്ടെ എന്നുള്ള പ്രാർത്ഥന അതിന് വേണ്ടി ഈ ഒരു ചടങ്ങ് സംഘടിപ്പിക്കുകയാണ്. ഏതായാലും ആ വിപുലമായിട്ടുള്ള സംഘാടനം അത് പൂർണ്ണമായും വിജയത്തിലേക്ക് കടക്കുന്നു എന്നുള്ളത് തന്നെയാണ് 10ാം ദിനത്തിലെത്തുമ്പോൾ നമുക്ക് ഇവിടെ നിന്ന് കാണാൻ കഴിയുന്ന കാഴ്ച. കാരണം അത്രയേറെ ആളുകളാണ് ഇവിടേക്ക് എത്തിക്കൊണ്ടേ ഇരിക്കുന്നത്. വിവിധ മേഖലകളിൽ നിന്നുള്ള സന്യാസി വര്യന്മാരും സന്യാസി ശ്രേഷ്ഠന്മാരും ഒക്കെ ഇവിടെ ഇതിന്റെ ചടങ്ങിന്റെ ഭാഗവാക്കാവാൻ വരുന്നു എന്നുള്ളതാണ്. അദ്ദേഹത്തോട് നമുക്ക് സ്വാമി അമൃതാനന്ദപുരി അദ്ദേഹത്തോട് ഈ ഒരു ചടങ്ങിന്റെ ഭാഗവാക്കാവാൻ എത്തിയതിനെ കുറിച്ച് ഉൾപ്പെടെ നമുക്ക് അദ്ദേഹത്തിന്റെ പ്രതികരണം കൂടി, കാരണം ഇന്ന് രാവിലെ മുതൽ തന്നെ ഈ ചടങ്ങിന്റെ ഭാഗവാക്കാവുന്ന സന്യാസി ശ്രേഷ്ഠന്മാരെ സംബന്ധിച്ചിടത്തോളം. നമസ്തേ. എങ്ങനെയാണ് ഈ ഒരു സനാതന ധർമ്മത്തിന്റെ ഒരു ഉയർത്തെഴുന്നേൽപ്പ് തന്നെയല്ല, ലക്ഷങ്ങളാണ് ഓരോ ദിവസവും എത്തിക്കൊണ്ടിരിക്കുന്നത്. അതെ, ഒരു അത്ഭുതമാണ്. കാരണം ഇത്ര പെട്ടെന്ന് ഇത് ഒരു ജനപ്രീതി നേടിയത് അതൊരു ദിവ്യമായ ഇച്ഛയാണ്, സംശയമില്ല. ഒരു എന്താണ് പറയുക, ഒരു അതീന്ദ്രിയ ശക്തിയുടെ ഇച്ഛ എന്ന് വേണമെങ്കിൽ പറയാം. വർഷങ്ങളായിട്ട് നടക്കുന്ന ചെറിയ തോതിൽ നടന്നുകൊണ്ടിരുന്നതാണെങ്കിൽ പോലും ഈ ഒരൊറ്റ വർഷം കൊണ്ട് ഇത് ഇത്രമാത്രം വലുതായത് അതിന് മനുഷ്യപ്രയത്നത്തിനോടൊപ്പം അതിലുപരി ഈശ്വരൻ്റെ ഒരു അപാരമായ കൃപ അതിൻ്റെ കൂടെ ഉണ്ട്.
എന്ന് വെച്ചാൽ ഇതൊരു നിശ്ചയമാണ്, ഒരു നിയോഗമാണ്, സംശയമില്ല. പരിമിതമായ സൗകര്യങ്ങളാണ്, പക്ഷെ എങ്കിലും ഭക്തരൊക്കെ കൃത്യമായി എത്തുന്നു. ചെറിയ പാലത്തിൽ കൂടെ ആണെങ്കിൽ അവർ കടന്നു വരുന്നു. അപ്പൊ അതൊക്കെ ഒരു ഈശ്വര നിശ്ചയം തന്നെയാണല്ലോ ഇത്. അതെ അതെ, നമ്മളിപ്പോ ഈ കൊളുത്തുന്ന ഒരു ചെറിയ നാളമില്ലേ, അത് ആളി കത്തിക്കണം. അപ്പൊ അതുകൊണ്ട് ഇവിടെ നിർത്തരുത്, മുന്നോട്ട് പോകണം. ഭക്തരോട് എന്താണ് പറയാ? സനാതന ധർമ്മത്തിന്റെ തത്വങ്ങളും അതനുസരിച്ച് ജീവിക്കുന്നതിലൂടെ മാത്രമേ മാനവരാശിക്ക് രക്ഷയുള്ളൂ. കാരണം ഈ എല്ലാ സംസ്കാരങ്ങളെയും ഈ ലോകത്തിലുള്ള സകല ജാതി മതങ്ങളെയും ഉൾക്കൊണ്ടുകൊണ്ടുള്ള മതമാണ് സനാതന ധർമ്മം. നമുക്ക് വിഭാഗീയതകളില്ല. അതുപോലെ തന്നെ നമ്മൾ എല്ലാ സകല ജീവരാശികളെയും ഒരുപോലെ ഉൾക്കൊള്ളുന്ന മതമാണ്. അതുകൊണ്ട് ഇത് മുന്നോട്ട് പോവുക തന്നെ ചെയ്യും. ഒരു ഇറസിസ്റ്റബിൾ ആയിട്ടുള്ള ഒരു ശക്തിയായിട്ട് മുന്നോട്ട് പോകും.